ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബാലൻസ് തിയറി ഓഫ് ലേണിംഗ് ഏതൊക്കെ നോക്കാം. സെക്കൻഡ് വൺ ആണ് കോഗ്നിറ്റീവ് തിയറി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് ജ്ഞാനനിർമ്മിതമായിട്ടുള്ളത് എന്നുള്ള ഉദ്ദേശിക്കുന്നത്, ജ്ഞാനം, അറിവ്. കോഗ്നീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക പല കാര്യങ്ങളും ബുദ്ധിപരമായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കാൻ പറ്റും. നമ്മുടെ ആ ഒരു കഴിവ്, അറിവ് നേടാനുള്ള മാർഗ്ഗമാണല്ലോ ലേൺ ചെയ്യാനുള്ളത്. അപ്പോൾ കോഗ്നീഷൻ റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽ ഐഡിയാസ്, ഒരു വ്യക്തിയുടെ ഐഡിയയോ അല്ലെങ്കിൽ അവരുടെ ചിന്തകളോ അവരുടെ അറിവോ അല്ലെങ്കിൽ എൻ്റെ വ്യാഖ്യാനങ്ങളോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന രീതിയോ അവരെക്കുറിച്ചും അവരുടെ ചുറ്റുപാടുള്ള എൻവയോൺമെൻറ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന രീതി, അതെല്ലാം കോഗ്നീഷനാണ്. അതെന്നൊക്കെയാണല്ലോ നമ്മൾ ലേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്ത ടോൾമാൻ ആണ്. ഈ ഒരു തിയറിയിൽ പ്രധാനമായിട്ട് പറയുന്നത് ഓർഗാനിസം ലേൺസ് ദ മീനിങ് ഓഫ് വേരിയസ് ഒബ്ജക്ട്സ് ആൻഡ് ഈവൻറ്റ്സ്. പലതരത്തിലുള്ള ഒബ്ജക്റ്റുകളെയും സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും ഒക്കെ എങ്ങനെ നമ്മൾ ലേൺ ചെയ്ത് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു തിയറിനെയാണ് കോഗ്നിറ്റീവ് തിയറി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഒരു എക്സ്പെരിമെൻ്റ്, ഒരു റാറ്റിൻ്റെ മുകളിൽ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഈ ഒരു തിയറി വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ എന്നും ചെയ്യുന്ന ചില എക്സ്പീരിയൻസുകൾ, അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അറിവുകൾ, അതിനെയൊക്കെ നമ്മൾ എങ്ങനെ സോർട്ട് ചെയ്ത് ഒരു പ്രോസസ്സിലൂടെ കൊണ്ടുവരാനുള്ള കഴിവിനെ തന്നെയാണ് കോഗ്നിറ്റീവ് തിയറി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം ഈ തിയറി എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിൻ്റെ ഐഡിയാസും തോട്ട്സും നോളജും ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫേമിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതുകൊണ്ട് ഈ ഒരു തിയറിക്ക് അവിടെ പ്രാധാന്യം വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് പറയുന്നത് സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുമ്പോൾ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്ന് പഠിക്കുന്ന കുറേ കാര്യങ്ങൾ. അതിൽ പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വ്യക്തിയുടെയും കഴിവ് അല്ലെങ്കിൽ ഓരോന്ന് പഠിച്ചെടുക്കുന്നത് എവിടെ നിന്നായിരിക്കും, മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്തിട്ടും അവരുടെ സ്വന്തം അനുഭവത്തിൽ നിന്നും. മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുക പറഞ്ഞാൽ റോൾ മോഡലാക്കി വെച്ച് അവർ ചെയ്യുന്നത് പോലെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് അവർ എങ്ങനെയാണ് ഒരു വ്യക്തി ആ കാര്യം ചെയ്ത് വിജയിപ്പിച്ചെടുത്തത് അത് നോക്കി കണ്ടു പഠിച്ച് അവനവൻ്റെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കി വിജയിക്കുക എന്നുള്ളതാണ് സോഷ്യൽ, അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി അതുപോലെ നമ്മളും ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം എന്ന് പറയുന്ന ഒരു തിയറിയാണ് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത്. ഇവിടെ പീപ്പിൾ ലേൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ ബോത്ത് ഒബ്സർവേഷൻ ആൻഡ് ഡയറക്റ്റ് എക്സ്പീരിയൻസ്. ഒന്ന് നമുക്ക് കുറച്ച് മുന്നുണ്ടായ അനുഭവങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് എത്തുന്നു. ഇതിനെയാണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ലേൺ ബൈ ഒബ്സർവിങ് വാട്ട് ഹാപ്പൻസ് ടു അതർ പീപ്പിൾ. മറ്റുള്ളവർക്ക് എന്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ജസ്റ്റ് ബൈ ബീയിങ് ടോൾഡ് അബൌട്ട് സംതിങ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തിനേയും കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസിൽ നിന്നൊക്കെയാണ് ലേൺ ചെയ്യുന്നത്. ഇനി നമ്മൾ ചുറ്റുപാടുള്ള ആളുകളെ ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അധികവും നമ്മൾ ആദ്യം നമ്മുടെ പാരൻസ്, ടീച്ചേഴ്സ്, ഒപ്പം നമ്മുടെ സമപ്രായക്കാരായ ആളുകൾ, ഫിലിംസ്, ടെലിവിഷൻ പെർഫോമൻസ്, ബോസസ്, ഇനി ലേൺ ന്യൂ ബിഹേവിയർ പാറ്റേൺ. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ച് അവരെ പോലെ ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു തിയറിയാണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. ഇനി ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു 4 പ്രോസസ്സാണ് ഈ ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു മോഡലിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒന്ന് അറ്റൻഷൻ പ്രോസസ്സാണ്. അറ്റൻഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പീപ്പിൾ ലേൺ ഫ്രം എ മോഡൽ ഓൺലി വെൻ ദേ റെക്കഗ്നൈസ് ആൻഡ് പേ അറ്റൻഷൻ ഇറ്റ്സ് ക്രിട്ടിക്കൽ ഫീച്ചേഴ്സ്. പ്രധാനമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അട്രാക്റ്റീവ്, നമ്മൾ ആകർഷിക്കപ്പെടുക, റിപ്പീറ്റഡ്ലി അവൈലബിൾ സിമിലർ ടു അസ് ഇൻ അവർ എസ്റ്റിമേഷൻ. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് തന്നെ നമ്മൾ കേൾക്കുക, കാണുക, അങ്ങനെ നമ്മൾ ആകർഷിക്കപ്പെടുക എന്നുള്ളതാണ് ഒരു സോഷ്യൽ ലേണിംഗ് തിയറിയുടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് റിട്ടൻഷൻ പ്രോസസ്സാണ്. എ മോഡൽസ് ഇൻഫ്ലുവൻസ് വിൽ ഡിപ്പെൻഡ് ഓൺ ഹൗ വെൽ ദ ഇൻഡിവിജ്വൽ റിമെമ്പർ ദ മോഡൽസ് ആക്ഷൻ ആഫ്റ്റർ ദ മോഡൽ ഈസ് നോ ലോങ്ങർ റെഡിലി അവൈലബിൾ. ഒരു മോഡൽ പോലെ നമ്മൾ അതിനെ അനുകരിക്കുക. എന്തെങ്കിലും ഒരാൾ ചെയ്യുന്ന ചിലരുടെ സ്വഭാവ രീതികൾ, അത് എത്രത്തോളം അവരുടെ ചില സ്വഭാവം നമ്മളെ എന്താ പറയുക, കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് അറിയണമെങ്കിൽ അവരുടെ അസാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു മോഡൽ നമുക്കില്ലാതെ ഉള്ള സമയത്തും അതിനെ നമുക്ക് എത്രത്തോളം ഓർത്തെടുത്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നതിനാണ് റിട്ടൻഷൻ പ്രോസസ്സ് എന്ന് പറയുക. അപ്പോൾ അറ്റൻഷനിലൂടെയും ഈ ഒരു തിയറി പഠിക്കാം, റിട്ടൻഷനിലൂടെയും തിയറി ഈ ഒരു പ്രോസസ്സാണ്. പിന്നെ മോട്ടോർ റീപ്രൊഡക്ഷൻ പ്രോസസ്സാണ്. ആഫ്റ്റർ എ പേഴ്സൺ ഹാസ് സീൻ എ ന്യൂ ബിഹേവിയർ ബൈ ഒബ്സർവിങ് ദ മോഡൽ. ഏതെങ്കിലും ഒരു വ്യക്തിനെയോ ഒരു ഈവൻറ്റിനെ വെച്ച് നമ്മൾ ആ ഒരു മോഡലിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്വഭാവം നമ്മൾ പഠിക്കാൻ വേണ്ടി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അതിനുശേഷവും വാച്ചിങ് മസ്റ്റ് ബി കൺവേർട്ടഡ് ടു ഡൂയിങ്. എന്താണോ അവർ സ്ഥിരമായി നിരീക്ഷിച്ച് നമുക്ക് കിട്ടിയത് അതിനെ നമ്മൾ ചെയ്തു തുടങ്ങും. ഇപ്പോൾ ഒരു മിമിക്രി കാണിക്കുന്ന ആൾ പറഞ്ഞാൽ അയാൾ ചെയ്ത് കുറേ ശ്രദ്ധിച്ച് വെച്ച് പിന്നെ നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അതാണ് ഈ ഒരു മോട്ടോർ റീപ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്.
ഈ ഒരു പ്രോസസ്സിനൊപ്പം തന്നെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, അതായത് ഇൻഡിവിജ്വൽ ക്യാൻ പെർഫോം ദ മോഡലിൻ്റെ ആക്ടിവിറ്റീസ്. എന്താണോ ഒരാളിൽ നിന്ന് അനുകരിച്ച് നമ്മൾ പഠിച്ചത് അത് നമ്മൾ പെർഫോം ചെയ്യാൻ പാടില്ല. അതാണ് മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. നാലാമത്തെ പ്രോസസ്സ് ഇതിൽ വരുന്നത് ഇൻഡിവിജ്വൽ വിൽ ബി മോട്ടിവേറ്റഡ് ടു എക്സിബിറ്റ് ദ മോഡൽഡ് ബിഹേവിയർ ഓഫ് ഇഫ് പോസിറ്റീവ് ഇൻസെൻറ്റീവ്സ് ഓർ rewards are provided. Behavior that is positively reinforced will be given more attention, learned better and performed more often. നാലാമത്തേൽ അതിനെ വീണ്ടും ശക്തിപ്പെടുത്തുക, റീഇൻഫോഴ്സ് ചെയ്യുക. ആ ഒരു പ്രോസസ്സ് പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം നോക്കി പഠിച്ചു മനസ്സിലാക്കി നമ്മൾ സ്വയം ചെയ്തു തുടങ്ങി. ഇനി അത് നല്ല രീതിയിൽ ചെയ്യുന്തോറും നമുക്ക് പോസിറ്റീവായിട്ട്, കാരണം നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ റിവാർഡ് ചെയ്യപ്പെടുന്നു തോന്നുമ്പോൾ എന്താവും, വീണ്ടും വീണ്ടും കൂടുതൽ ശക്തിയോടുകൂടി അത് തന്നെ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യാൻ അവിടെ ശ്രമിക്കും. ഇതിനാണ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് ആണെങ്കിലും അങ്ങനെ തന്നെ, നമുക്ക് പനിഷ്മെൻറ്റ് കിട്ടുന്തോറും പിന്നെന്താ ആ ഒരു പ്രോസസ്സ് അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ 4 തരത്തിലാണ് നമ്മൾ ചുറ്റിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ. ഒന്ന് അറ്റൻഷൻ കൊണ്ട്, ഒന്ന് റിട്ടൻഷൻ കൊണ്ട്, ഒന്ന് മോട്ടോർ റീപ്രൊഡക്ഷൻ പ്രോസസ്സ്, അതേപോലെ റീഇൻഫോഴ്സ്മെൻറ്റ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായി റിവാർഡും കാര്യം കിട്ടുമ്പോൾ വീണ്ടും വീണ്ടും അത് ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ഒരു രീതി. ഇതിനാണ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. ലേണിംഗ് കർവിൽ പ്രധാനമായിട്ട് പറയുന്നത് ഗ്രാഫിക്കലി ഷോ ചെയ്യുക റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് ഓവർ എ ഡിഫൈൻഡ് പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത സമയത്തിൽ നമുക്കുണ്ടാവുന്ന ചിലവും അതിൻ്റെ ഔട്ട്പുട്ടും എന്താണെന്നുള്ള റിലേഷൻഷിപ്പ് ഗ്രാഫിക്കലി കാണിക്കുകയാണെങ്കിൽ അതിനെ എന്ത് പറയുന്നത്, ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. നോർമലി ടു റെപ്രസെൻറ്റ് ദ റിപ്പറ്റേറ്റീവ് ടാസ്ക് ഓഫ് എൻ എംപ്ലോയി ഓർ വർക്കർ. ഈ ഒരു ഗ്രാഫിൽ പ്രധാനമായിട്ട് കാണുന്നത് ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്ന വർക്കറുടെ റിപ്പീറ്റ് ആയിട്ടുള്ള ടാസ്ക്, അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ തിയറി ഓഫ് ലേണിംഗ് കർവിൽ പറയുന്നത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വണ്ണിലെ കർവ് ഈസ് ബേസ്ഡ് ഓൺ ദ സിമ്പിൾ ഐഡിയ ദാറ്റ് ദ ടൈം റിക്വയർഡ് ടു പെർഫോം എ ടാസ്ക്. ഈ ഒരു കർവിൽ പ്രധാനമായിട്ട് പറയുന്നത് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണം, ഡിക്രീസസ് ആസ് എ വർക്കർ ഗെയിൻസ് എക്സ്പീരിയൻസ്. ടാസ്ക് പരമാവധി കുറച്ച് കൊണ്ടുവന്നുകൊണ്ട് പെർഫോം ചെയ്യാനും അതേപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാനും എത്ര സമയം എടുക്കുന്നു. അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിലവ് ചുരുക്കുക, അതുപോലെ ഒരു ജോലി കംപ്ലീറ്റ് ആയി ചെയ്ത് തീർക്കുക, കോൺസ്റ്റൻറ്റ് റേറ്റിൽ അത് ഇങ്ങനെ ആ ഒരു പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ എത്ര സമയം എടുത്തിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. എത്ര ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇരട്ടിയാക്കി കൊണ്ടുവരാൻ സാധിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത്. യൂസ്ഫുൾ ഫോർ പ്രിപ്പയറിംഗ് കോസ്റ്റ് എസ്റ്റിമേറ്റ്സ്. മെയിനായിട്ട് കോസ്റ്റ് എത്ര വരുന്ന അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ ബിഡിങ് ഓൺ സ്പെഷ്യൽ ഓർഡറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ബിഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലേബേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷെഡ്യൂളിംഗ് ലേബർ റിക്വയർമെൻറ്റ്സ്, ഓരോ ജോലി ചെയ്യാൻ എത്ര ലേബേഴ്സിനൊക്കെ വേണ്ടി വരുമെന്ന് അറിയാൻ, അവർ ലേബർ പെർഫോമൻസ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം, എങ്ങനെയാണ് അവർക്ക് കൊടുക്കേണ്ട പെർഫോമൻസ് അനുസരിച്ച് അവരുടെ ഇൻസെൻറ്റീവ് വേജൊക്കെ എങ്ങനെ നൽകണം, അങ്ങനെ ഒത്തിരി ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ ഇതിലുള്ള ഈ ലേണിംഗ് ഗ്രാഫ് കൊണ്ട് ഹെൽപ്പായിരിക്കുന്നതാണ് പറയുന്നത്. ലേണിംഗ് കർവ് എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓരോ ജോലിയും എത്ര സമയം എടുക്കുന്നു, എന്തൊക്കെ സ്കിൽ അതിലൂടെ പഠിക്കാൻ പറ്റുന്നു, അതേപോലെ തന്നെ സൈക്കോളജിസ്റ്റും സ്റ്റുഡൻസും ടീച്ചേഴ്സും എംപ്ലോയറും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇത് എക്സ്പീരിയൻസ് കർവാണ്, കോസ്റ്റ് കർവാണ്. നമുക്കിതൊന്ന് എക്സ്പീരിയൻസ് അറിയാൻ പറ്റും, ഒരു വ്യക്തി എത്ര സമയം ഒരു ജോലി ചെയ്യുന്ന പറഞ്ഞാൽ എത്രത്തോളം അതിൽ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് അറിയാൻ പറ്റും, ആ കോസ്റ്റ് കർവ് അറിയാൻ പറ്റും, എഫിഷ്യൻസി അറിയാൻ പറ്റും, പ്രൊഡക്ടിവിറ്റി അറിയാൻ പറ്റും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് ഗ്രാഫിക്കലി വിഷ്വലൈസ് ചെയ്ത് ചെയ്യുന്ന ഒരു കർവിനെയാണ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. ഈ ഒരു ലേണിംഗ് കർവിന് കുറച്ച് പരിമിതികൾ പറയുന്നുണ്ട്. കാരണം ഇത് എപ്പോഴും ഒരു കമ്പനി ടു വേറൊരു കമ്പനിയെ കമ്പയർ ചെയ്യുമ്പോൾ ആ കർവ് ഡിഫറൻസ് ആയിരിക്കാം. അതേപോലെ തന്നെ എപ്പോഴും ഇത് സമയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒരു ടാസ്ക് കഴിയാൻ എത്ര സമയം എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പെർഫോം ചെയ്യാൻ, അപ്പോൾ ആ ടൈം അത്രയും ആക്യുറേറ്റ് ആയിരിക്കണം. അപ്പോൾ അത് കറണ്ട് ഇൻഫർമേഷൻ അത് അവൈലബിൾ ബിക്കംസ് അൺഅവൈലബിൾ ഒക്കെ ആണെച്ചാൽ ആ ഒരു റിവാലുവേഷൻ അപ്പോൾ അവിടെ ആവശ്യം വരും. അതേപോലെ തന്നെ പേഴ്സണൽ ഓരോ വ്യക്തിക്ക് ഇതുകൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് വരുന്നു, ഡിസൈനും പ്രൊസീജിയറും എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ വർക്കേഴ്സിൻ്റെ പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ, ലേണിംഗ് കർവ്സ് ഡു നോട്ട് ഓൾവേസ് അപ്ലൈ ടു ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് മെറ്റീരിയൽ. നമ്മൾക്ക് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ ഡയറക്റ്റ് ലേബറിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ലേബേഴ്സ് മെറ്റീരിയലിനൊന്നും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ വർക്ക് പ്ലേസിൻ്റെ കൾച്ചർ, അതേപോലെ റിസോഴ്സ് അവൈലബിലിറ്റി, ചേഞ്ചസ് ആ പ്രോസസ്സ്, ഇതെല്ലാം ഒന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ അത് യൂസ് ചെയ്യുക എന്ന് പറയുമ്പം ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് ആണ് നെക്സ്റ്റ് ടോപ്പിക്ക്. ലേണിങ്ങിലെ പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മോട്ടിവേഷൻ തന്നെയാണ്. വിതൗട്ട് മോട്ടിവേഷൻ ലേണിംഗ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ്. നമ്മളൊരു കാര്യം അറിവ് നേടുന്നത് അവിടെ തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ അവിടെ ആവശ്യമാണ്. ജീവിതത്തിൻ്റെ ഏതൊരു ആസ്പെക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ പ്രധാനമായിട്ടും എന്താണ്, പീപ്പിൾ ഈസ് സെൻട്രൽ ടു എനി
ഫോം ഓഫ് ബിഹേവിയർ. അപ്പോൾ ആ ഡിറ്റർമിനൻസ് ഓഫ് മോട്ടിവേഷൻ ആർ ഹൈറാർക്കീസ് ഓഫ് നീഡ്സ്, ഫ്രസ്ട്രേഷൻ, ആറ്റിറ്റ്യൂഡ്, കോൺഫ്ലിക്റ്റ്, ഗ്രൂപ്പ് റിലേഷൻ, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു കാര്യം അവിടെ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് പല ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മുടെ ഇമോഷൻസും എക്സ്പീരിയൻസും നമ്മുടെ പേടിയും അതേപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നോളജ് ഓഫ് റിസൾട്ട്സ്. ചില കാര്യം നമുക്കറിയാലോ, നമ്മൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ആ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ചിലപ്പം ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കും. അപ്പോൾ അതിനാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. ലേൺ ചെയ്യാനുള്ള ഒരു കാരണം. അപ്പോൾ എന്തിനാണ് നമ്മൾ ഡോക്ടർ ആവാൻ പഠിക്കുന്നത്? കാരണം ആ ഡോക്ടർ ആയതിനു ശേഷം നമുക്ക് കിട്ടുന്ന അംഗീകാരവും നമുക്ക് കിട്ടുന്ന വരുമാനവും നമ്മുടെ ജീവിത നിലവാരവും ഒക്കെ അറിയാമല്ലോ, ഒരാൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ കാര്യങ്ങൾ പഠിക്കാൻ അവിടെ റെഡി ആവുന്നു. നോളജ് റിഗാർഡിംഗ് വൺസ് ഓൺ പെർഫോമൻസ് ഈസ് നെസറി കണ്ടീഷൻ ഫോർ ലേണിംഗ്. ഫീഡ്ബാക്ക് അബൌട്ട് ദ പെർഫോമൻസ് വിൽ എനേബിൾ ദ ലേണർ ടു നോ വെർ ഹി സ്റ്റാൻഡ്സ് ആൻഡ് ടു ഇനീഷ്യേറ്റ് കറക്റ്റീവ് ആക്ഷൻ. ഇപ്പം നമ്മളൊരു ജോബിന് എൻ്റർ ചെയ്ത് ആദ്യം ചെറിയൊരു പൊസിഷൻ കിട്ടുന്നു, പക്ഷേ വലിയ വലിയ പൊസിഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ, അവിടെ ചെല്ലുമ്പോഴുള്ള ഗുണങ്ങൾ എന്താണ്? അപ്പോൾ ആ പൊസിഷനിൽ വന്നാൽ കിട്ടുമെന്ന് കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന് വേണ്ട എല്ലാ ടെസ്റ്റുകൾ എഴുതിയിട്ടും അതുപോലെ നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു. മൂന്നാമത്തെ റീഇൻഫോഴ്സ്മെൻറ്റ് തന്നെയാണ്. റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലാണ് അവിടെ ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ പോസിറ്റീവായിട്ടും വരാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടും വരാം. നമുക്ക് കൂടുതൽ സമ്മാനങ്ങൾ കിട്ടുക, ആദരവ് കിട്ടുക എന്ന് പറയുന്തോറും നമുക്കത് കൂടുതലായിട്ട് നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നെ ഷെഡ്യൂൾസ് ഓഫ് ലേണിംഗ് സിറ്റുവേഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വല്ലാത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എഫിഷ്യൻറ്റ് ട്രെയിനിങ്ങിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ലേണിംഗ് എപ്പോഴും എഫക്റ്റീവ് ആണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പീരീഡ്സിനെ എത്ര സമയം എടുക്കും, വലിയ വർഷങ്ങൾ എടുക്കുന്നൊക്കെയാണെന്ന് വെച്ചാൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. ലേണിംഗ് പീരീഡ്സ് ആർ ഓപ്റ്റിമം ഡയറക്ഷനിലും സസ്റ്റൈനബിലിറ്റി ഓഫ് പ്ലേസ് ദ എഫിഷ്യൻസി ഓഫ് ലേണിംഗ് ഈസ് മോർ. നെക്സ്റ്റ് ഹോൾ വേഴ്സസ് പാർട്ട് ലേണിംഗ്. മുഴുവനായിട്ട് പഠിക്കുന്നുണ്ട്, പകുതി മാത്രം പഠിക്കുന്നുണ്ട്. ദിസ് റെഫേഴ്സ് ദ എമൗണ്ട് ഓഫ് ട്രെയിനിങ് കണ്ടന്റ് ദാറ്റ് ഈസ് പ്രസൻറ്റഡ് ടു ദ ട്രെയിനീസ്. ഒരു ട്രെയിനിങ് സെഷനിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അവിടെയുള്ള ട്രെയിനീസിന് എന്താണോ വേണ്ടത് അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഹോൾ പാർട്ട് ഓഫ് ദ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. ഒരു ട്രെയിനിങ് സെഷൻ നമ്മൾ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള സിറ്റുവേഷൻ ആയിരിക്കും അവിടെ വേണ്ടത്. അതല്ല നമുക്ക് കുറച്ച് പാർട്ട് ട്രെയിനിങ് കൊടുത്താൽ തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുമെങ്കിൽ അത് മാത്രമേ അവർക്ക് ആവശ്യമില്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇൻ പാർട്ട് ട്രെയിനിങ് ആകുമ്പോൾ ഇൻഡിവിജ്വൽ ഈസ് നോട്ട് ഓൺലി റിക്വയർഡ് ടു ലേൺ ഈച്ച് ഇൻഡിവിജ്വൽ പാർട്ട് but must be able to combine the separate parts so that the whole performance can be accomplished. ഓരോ പാർട്ടായി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പാർട്ട് മാത്രമാണ് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ പാർട്ടിലായിട്ട് ചെയ്യുമ്പോൾ അതെന്താ ഈ ഒരു മൊത്തം ട്രെയിനിങ് ആയിട്ട് മാറുന്നു. ആറാമത്തേന് പറയുന്നത് ലേണിംഗ് കർവ്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വളരെ യൂസ്ഫുൾ ആണ് ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. വൈഡ് റേഞ്ച് ഓഫ് സിറ്റുവേഷനിൽ അത് യൂസ് ചെയ്യാം. അത് ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. അതിലൊരു സമയത്തിൽ എത്രത്തോളം ഒരാൾ പഠിക്കുന്നു എന്നുള്ള അറിയാൻ പറ്റും. എക്സ്പീരിയൻസും കോസ്റ്റും ഔട്ട്പുട്ടും ഒക്കെ അറിയാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് വൺ നമുക്ക് ഇവിടെയാണ് വന്നിരിക്കുന്നത്, ഏഴാമത്തെ പോയിന്റ്, മീനിങ് ഫുൾനെസ് ഓഫ് മെറ്റീരിയൽസ്. അപ്പം നല്ലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ലേണിങ്ങും അതേപോലെ ആ സബ്ജക്റ്റ് എന്താണോ നമ്മൾ പഠിച്ച ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യം, ആ കാര്യവും അതിനെക്കുറിച്ചുള്ള അറിവ് നേടലും തമ്മിൽ നല്ലൊരു ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കണം. ട്രെയിനേഴ്സ് ഡു ഹാവ് certain techniques that increase meaningfulness for trainees. എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കൂടുതൽ അർത്ഥവത്താവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് അത് നിർബന്ധമായിട്ടും നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരുപാട് ടെക്നിക്സ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ് ട്രെയിനീസിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 7 തരത്തിലാണ് ലേണിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് വരുന്നത്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുക, ഒരു റിസൾട്ടിനെ കുറിച്ചൊരു അറിവുണ്ടാവുക, റീഇൻഫോഴ്സ് ചെയ്യുക, അതേപോലെ ലേണിങ്ങിനെ ഷെഡ്യൂൾ ചെയ്യുക, പിന്നെ ഹോൾ വേഴ്സസ് പാർട്ട് ലേണിംഗ് ചെയ്യാം, ആൻഡ് ലേണിംഗ് കർവുകളുണ്ട്, പിന്നെ പറഞ്ഞ മീനിങ് ഫുൾനെസ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ ഈ ഒരു 7 തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ലേണിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് കോഗ്നിറ്റീവ് തിയറി എന്താണെന്നുള്ളത് നോക്കുക, അതേപോലെ തന്നെ സോഷ്യൽ ലേണിംഗ് തിയറി എന്താണെന്നുള്ളത്, പിന്നെ ലേണിംഗ് കർവ് എന്താണെന്നുള്ളത്. സോഷ്യൽ ലേണിംഗ് തിയറിയുടെ തന്നെ നമ്മൾ 4 പ്രോസസ്സുകൾ, അറ്റൻഷനും റിട്ടൻഷനും മോട്ടോർ റീപ്രൊഡക്ഷനും റീഇൻഫോഴ്സ്മെൻറ്റും. ലേണിംഗ് കർവ് എന്താണെന്നുള്ളത് നിർബന്ധമായി നോക്കുക, അതിൻ്റെ ലിമിറ്റേഷൻസ് പഠിക്കുക, പിന്നെ പ്രധാനമായിട്ടും പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് ആ ഒരു 7 പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ള കാര്യങ്ങൾ. ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്